Good afternoon. Good afternoon, everyone. Audible ആണോ എല്ലാവർക്കും? Audible ആണോ? Can you hear me? English ആണ്, സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരെന്ന് പറയാത്തെ? കേൾക്കാം. Yes, കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിട്ടെ? ക്ലോസ് ചെയ്തിട്ട് അയ്യോ മറപ്പോയാ. ഏതായിരുന്നു നമ്മളെ ക്ലാസ്? PSC അല്ലേ? ജോലി കിട്ടട്ടോ. ഓൺലൈൻ ക്ലാസ്സിൽ കാണുന്നില്ല. ഏതാണ് ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ എടുത്തേ? പറയാവോ ആരെങ്കിലും? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ എടുത്തേ? പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ നമ്മൾ തുടങ്ങിയത് കഴിഞ്ഞ ക്ലാസ്സില്? ആർക്കെങ്കിലും അറിയാവോ? ഓർമ്മയില്ല ആർക്കും? പറയൂ. ആരെന്തൊന്നും മിണ്ടാത്തെ? പറയൂ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓഡിബിൾ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അമ്പിളി, അമ്പിളി കേൾക്കുന്നുണ്ടോ? അമ്പിളി കേൾക്കാം മിസ്സേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ എടുത്തേ? ഇംഗ്ലീഷ്? അറിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. അറിയില്ല. ചിത്ര, കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു? ചിത്ര കേൾക്കുന്നുണ്ടോ? ചിത്ര. ഓക്കെ, നമുക്ക് പ്രോണൗൺ നോക്കാം. ഓക്കെ, പ്രോണൗൺ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. സ്റ്റാർട്ട് ചെയ്യാം. എന്തേ ആരും ആക്റ്റീവ് അല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? അവർക്കെന്തൊരു ഉഷാറില്ലേ? പ്രോനോൺ വേറൊരു ടീച്ചർ എടുത്തതാ. എന്തോ? പ്രോനോൺ വേറൊരു ടീച്ചർ എടുത്തായിരുന്നു. പ്രോണൗൺ എടുത്താണോ? വേറൊരു ടീച്ചർ എടുത്തായിരുന്നു. ആണോ? ആ. എല്ലാവർക്കും അറിയാവോ പ്രോണൗൺ? അപ്പോ ആരെങ്കിലും അറിയാത്തവരുണ്ടോ? പ്രോണൗൺ അറിയാത്തവരുണ്ടോ?
ഇതെന്തായാലും മിണ്ടാത്തേ, ഒന്ന് പറയൂ. നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? പ്രോണൗൺ എടുക്കട്ടെ? വേറെ ഏതാ എടുക്കണ്ടേന്ന് ആ പറയാ. എടുത്തോ. വേറെ ഏതാ എടുക്കണ്ടേന്ന് പറയൂ. വെർബോ, വെർബ്, ആഡ്വർബ്, അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ് എടുത്തോ. ഒരാള് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചാ തുടങ്ങിയത്. ഓക്കെ, അപ്പോ കുറെ പേര് പറഞ്ഞു ആദ്യം മുതൽ എടുക്കൂ മിസ് എന്ന് പറയണ്ടായിരുന്നു. അത് മിസ്സേ, പല ടീച്ചർമാർ കുറേയായി ഇംഗ്ലീഷിന് മാറി മാറി വന്നോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ്സിൽ തന്നെ കയറാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇതിനു മുന്നേ വേറെ ടീച്ചറായിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ ആള് വന്നു. ഇപ്പൊ മാറി 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 3-4 പേരായി വന്നോണ്ടിരിക്കുന്നു. ആണല്ലേ? ഓക്കെ, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഞാനും ഇപ്പോ ആദ്യം മുതലേ എടുക്കുന്നേ, പാർട്സ് സ്പീച്ച് തുടങ്ങിയ. കാരണം എനിക്കും ഒരു കണക്ഷൻ കിട്ടുന്നില്ല. നിങ്ങൾ ആരും പറയണില്ല എവിടെന്നാ എടുക്കണ്ടേന്നൊന്നും ആരും പറയണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഒന്ന് തുടക്കം മുതലേ നമുക്ക് വിചാരിച്ചു. ഇപ്പൊ എക്സാം എടുക്കാനായില്ലേ? ഇനിയിപ്പൊ ആകെ 1 മാസം കഷ്ടിയേ ഉള്ളൂ എക്സാമിന്. അപ്പൊ നമുക്ക് ആ LD ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്ന ടൈപ്പുള്ള എന്തെങ്കിലും എടുത്തു തന്നാൽ ഉപകാരമായിരുന്നു. അപ്പൊ ആദ്യം മുതലേ എടുത്തിട്ട് ഞങ്ങൾ ഓക്കെ, ഞാൻ ഇതിക്ക് മുന്നേ ക്വസ്റ്റ്യൻ ടാഗ് എടുത്തിരുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ആ ക്ലാസ് ആയാലും ഉണ്ടായിരുന്നോ? അത് കണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ മേഖല എടുത്തു തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എന്തോ ഞാൻ കേട്ടില്ല. അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അതെടുത്ത് തരുവാണെങ്കിൽ വലിയ ഉപകാരം. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ചപ്പോ ആരും അത് പറഞ്ഞില്ല. അപ്പൊ ഞാൻ അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് നോട്ട് കാണിച്ചു തരണ്ടേ? അപ്പൊ അതിനനുസരിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോ ആരും ഒന്നും പറഞ്ഞില്ല എന്നോട്. അപ്പൊ നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വേണ്ടി പറഞ്ഞു പോകാം. കാരണം കയ്യിൽ നോട്ടില്ല. സ്ക്രീനിൽ നോട്ട്. ആയിക്കോട്ടെ. ഓക്കെ, ടെൻസ് എടുത്തിട്ടുണ്ടായിരുന്നോ? ടെൻസ് ഒരു പാസ്റ്റ് ടെൻസ് വരെ നമ്മുടെ ടെൻസ് എല്ലാം കഴിഞ്ഞിരുന്നു. ടെൻസിൽ ക്ലാസ് ഉണ്ടായിരുന്നോ? ക്ലാസ്സിലുണ്ടായിരുന്നോ ടെൻസ് എടുത്തപ്പോ? കുറെ ക്ലാസ് കിട്ടിയതാ നമുക്ക്. ആദ്യമുള്ള സാറിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഓ കടാ, അതാണ് കൺഫ്യൂഷൻ. നിങ്ങള് പുതിയ പിള്ളേരുണ്ടോ? ന്യൂ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തവരോ? അതറിയില്ല മിസ്, ഞാൻ 1 വർഷമായതാ. ആണല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ പുതിയ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ആദ്യം മുതൽ എടുക്കും മിസ് എന്ന് പറഞ്ഞു. എന്നാ കുഴപ്പമില്ല, എടുത്തോ. എല്ലാവർക്കും കിട്ടിക്കാണൂലായിരിക്കും. ഇത് ഫുൾ കൺഫ്യൂഷൻ ആണ്. നിങ്ങള് കുറച്ച് അതിന് മുന്നുള്ളവരുണ്ട്, കുറച്ച് പുതിയ പിള്ളേരുണ്ട്. അപ്പൊ അവർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നോട്ട്സേ. ഞാൻ കുറച്ച് റിലേറ്റീവ് പ്രോണൗണിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയട്ടെ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എന്നാല് നോട്ടില്ലാതെ. ആയിക്കോട്ടെ. എന്തോ? ഹലോ മാം, പറഞ്ഞോളൂ, കേൾക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇത് ഡിസ്കഷൻ ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നല്ല നമുക്ക് കുറച്ച് ഹെൽപ്പ് ആവേനെ. ഇനി എക്സാമിനായില്ല, LDC എക്സാം ഞാൻ കാസർഗോഡ് നിന്നാണ്. അപ്പോൾ അത് ആഗസ്റ്റ് 30 എക്സാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നാൽ നമുക്ക് അത്രയും ഈസി ആവും കുറച്ചുകൂടി. അപ്പൊ എല്ലാരും എടുത്ത ക്ലാസ് തന്നെ എടുക്കുമ്പോ നമുക്ക് കുറച്ച് ഇതല്ലേ, ബോറടിക്കുമല്ലോ കുറച്ച്. അങ്ങനെ നമുക്ക് എന്നാലും കുറേശ്ശെ ക്വസ്റ്റ്യൻസ് ഒന്ന് കവർ ചെയ്ത് പോവാന്നായിരുന്നു. അതാണ് കുറച്ച് ബെറ്റർ. ഓക്കെ. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, അധികം നാളായിട്ടില്ല കേറിയിട്ട്. എന്തോ?
ഞാൻ പുതിയ കുട്ടിയാണ്, എനിക്ക് ടെൻസിന്റെ ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് വിഷയം. ഓരോ ബാച്ചിലും പുതിയ സ്റ്റുഡൻസ് വരുന്നുണ്ട് ടീച്ചറെ, അതുകൊണ്ടാ. അതാണ് പ്രശ്നം. കാരണം നമുക്കപ്പോ കണ്ടിന്യൂഷൻ കിട്ടില്ല. കാരണം ഞാനിപ്പോ ഞാൻ പുതിയ ടീച്ചറാണ് നമുക്ക്. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് തുടങ്ങി പോകുമ്പോൾ കുറച്ച് പിള്ളേര് എല്ലാവരും പഴയ ഇപ്പൊ പറഞ്ഞില്ല 1 വർഷമായിട്ടുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയ ക്ലാസ് ആയിരിക്കും ഓൾറെഡി, അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയ ആൾക്കാരും അവർക്ക് പറഞ്ഞു നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാലോ, അതിലൂടെയും നിങ്ങൾക്ക് പിന്നെയും പഠിക്കാം. അത് മതിയില്ലേ? ടെൻസിന്റെ നോട്ട് ഇതിലിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ടെൻസിന് നോട്ട് കിട്ടിയായിരുന്നു എല്ലാവർക്കും? ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കിട്ടിയിരുന്നോ? പാസ്റ്റ് ടെൻസ് വരെ, പ്രസന്റും പാസ്റ്റും. ഓക്കെ, നമുക്കൊരു 10 ക്വസ്റ്റ്യൻ എന്താ റിലേറ്റീവ് പ്രോണൗൺ ചെയ്ത് നോക്കാം. പ്രോണൗണിലെ ക്വസ്റ്റ്യൻസ് നോക്കി എല്ലാവരും നോട്ട് എടുക്കും. നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, എടുത്തോ? എല്ലാവരും നോട്ട് എടുക്കലുണ്ടോ? ഓക്കെ, എഴുതിക്കോ. The man dash is at the gate. Dash is at the gate. Comma is my grandfather. Is my grandfather. The man dash is at the gate is my grandfather. ഓപ്ഷനിൽ ആദ്യം ആൻസർ ഏതെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഹൂ. വേറെ നെക്സ്റ്റ് ആരെങ്കിലും ആൻസർ ഏതെന്ന് പറയാമോ? ആൻസർ ഏതെന്ന് പറയാമോ ആരെങ്കിലും? ഹൂ ആണോ മിസ്? അടുത്ത ആള് ഓരോരുത്തരും പറയാം. ആൻസർ ഏതാ? ഹൂ എന്താ അവിടെ വന്നേ? ഒരു പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ് അല്ലെ? വ്യക്തിയെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് എന്താ ഹൂ ആഡ് ചെയ്യാം അല്ലെ? ആൻസർ എന്ന് പറയുന്നത് ഹൂ ആണ്. നെക്സ്റ്റ് നോക്കി. This is the spot. This is the spot. മ്യൂട്ട് ചെയ്യണേ. This is the spot. Spot ആണ് SPOT. Spot. This is the spot. Dash the accident took place. Dash the accident took place. This is the spot. Dash the accident took place. This is the spot where accident took place. Yeah, next answer. ആരെങ്കിലും? ഓക്കെ, അവിടെ ആൻസർ ഏതാ? വേർ ആണ്. എന്തുകൊണ്ടാ? ഒരു പ്ലേസ് ആണല്ലേ മെൻഷൻ ചെയ്തേ. സ്പോട്ട് നമ്മൾ പറയുക, സ്പോട്ട് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണല്ലേ. അപ്പൊ അവിടെ എന്താ വേർ നമുക്ക് ആഡ് ചെയ്യാം. This is the spot where the accident took place. Okay. എല്ലാവരും എഴുതിയില്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ്. Okay, next question നോക്കിയേ. This belongs to the lady. This belongs to the lady. This belongs to the lady. Dash. Dash. We met in the train. We met in the train. This belongs to the lady. Dash. We met in the train. Option വേണോ? Option പറയണോ? Option വേണോ? Whom. Answer പറയൂ. Whom.
ഹൂ. വേറെ ആരെങ്കിലും ആൻസർ പറയൂ. ചിത്ര പറയൂ. ചിതേഷ്. ഹൂ. ഹൂം എവിടെ എങ്ങനെയാ വന്നേ? അറിയോ റീസൺ? അറിയോ? ഇല്ല. ഓക്കെ, ഡാഷ് ശേഷം അവിടെ എന്താ വന്നിരിക്കുന്നേ? പ്രോണൗൺ ആണ്. വി എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്. അതുകൊണ്ട് എന്താ അവിടെ എന്താ ഹൂം വരും അല്ലേ? അതുകൊണ്ടാണ് ഹൂം വരാ. ക്ലിയർ? അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. എന്തുകൊണ്ടാണ് അവിടെ ഹൂം വന്നതെന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ മിസ്സേ, കേട്ടില്ല, മനസ്സിലായില്ല. ഡാഷിന് ശേഷം അവിടെ എന്താ വന്നിരിക്കുന്നേ? പ്രോണൗൺ ആണ് അല്ലേ? പ്രോണൗൺ ആണ് അല്ലേ? അതുകൊണ്ട് എന്താ അവിടെ ഹൂം വന്നു. ഡാഷിന് ശേഷം പ്രോണൗൺ ആണ് വരുന്നതെങ്കിൽ എന്താ വരാ? ഹൂം ആണ് വരാ. Okay, next question. The teacher from dash. The teacher from dash. I studied English. I studied English. He is the best teacher in India. The best teacher in India. The teacher from dash. I studied English. He is the best teacher in India. Answer ഏതാണെന്ന് പറയാമോ? ഹൂം. എന്താ വരിക അവിടെ? സെന്റൻസ് ഡാഷിന് മുൻപും ശേഷം ഒന്ന് നോക്കിയേ. അവിടെ എന്താ വരാ? ആൻസർ എന്താ വരാ? ആർക്കും അറിയില്ല. ഹൂം. ഹൂമാ വരാ. വേറെ ആരെങ്കിലും പറയൂ ആൻസർ? ആർക്കെങ്കിലും അറിയാവോ? ഹൂം. എന്തുകൊണ്ട് അവിടെ ഹൂം വന്നേ? ഐ പ്രോനൗൺ ആയോണ്ട്. പ്രോണൗൺ ആയതുകൊണ്ട്. ഓക്കെ, അത് പറഞ്ഞു. അപ്പോ ഡാഷിന് മുൻപ് വന്നാകണ ഏതാ? ഡാഷിന് മുൻപ് വന്നാകണ ഏതാ? Preposition. അപ്പൊ ഡാഷിന് മുൻപ് പ്രപ്പോസിഷനും ഡാഷിന് ശേഷം പ്രോണൗൺ വന്നാലും എന്താ അവിടെ? ഹൂം തന്നെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നോക്കിയേ. He knows the subject. He knows the subject. He knows the subject. Dash is very difficult. Dash is very difficult. Dash is very difficult. Which ആണ് കറക്റ്റ് ആണ്. എന്താ അവിടെ ഒരു വസ്തുവാണ്, തിങ് ആണ് അല്ലേ? സബ്ജക്ട് എന്ന് പറയുന്നത് തിങ് ആണ്. അപ്പോ വിച്ച് ആണ് അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He dash. He dash. He dash. We worship by worship. 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 He dash. We worship by
we worship by dash gift, we live dash dash gift, we live is the Lord. Gift, we live is the Lord. He dash, we worship by dash gift, we live is the Lord. എന്താ വരിക അവിടേക്ക്? എന്താ വരിക? Who? ഫസ്റ്റ് എന്താ വരിക? Who? ഹൂ വരും. ഫസ്റ്റ് ഹൂം വരും. ഹൂം. വി എന്ന് പറയുന്നത് പ്രോണൗൺ ആണ്, അതുകൊണ്ട് അവിടെ ഹൂം വരും. നെക്സ്റ്റോ? നെക്സ്റ്റ് എന്താ വരിക? ഡാഷ് ശേഷം എന്താ വന്നിരിക്കുന്നേ? രണ്ടാമത്തെ ഡാഷ് ശേഷം എന്താ വന്നിരിക്കുന്നേ? Gift. ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു നൗൺ ആണ് അല്ലേ? അപ്പൊ നൗണിന് മുൻപ് എന്താ വരിക? ഹൂസ് ആ വരിക. ഹൂസ്. യാ, ഡാഷ് ശേഷം നൗൺ ആണ് വന്നെങ്കിൽ അവിടെ എന്താ? ഹൂസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. ഡു യു നോ ദ ബോയ്? 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 ഡാഷ് ഡാഷ് മദർ ഈസ് എ നഴ്സ്. മദർ ഈസ് എ നഴ്സ്. ഡാഷ് മദർ ഈസ് എ നഴ്സ്. എന്താ വരിക അവിടെ? Whose? ഹൂസ് ആവര. കാരണം എന്താ? മദർ എന്ന് പറയുന്നത് നൗൺ ആണ്, അതുകൊണ്ട് ഹൂസ് ആവര. The boy dash. The boy dash committed the crime was expelled. Committed the crime was expelled. The boy dash committed the crime was expelled. Answer ഏതാ? Who? Who? Who ആണ്. Yeah, who ആണ്. Correct ആണ്. This is the man. This is the man. Dash pocket was picked. This is the man. Dash pocket was picked. Picked. Pick ചെയ്യാ. Picked. P-I-C-K-E-D. Picked. എന്താ വരാ? ഹൂസ്. Whose ആ വരാ. Okay, next. I blame dash for. I blame dash. I blame dash for any errors on this website. For any errors on this website. I blame dash for any errors on this website. ഇവിടെ എന്താ വരാ? Who? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്താ പറയാ? ഇത് റിലേറ്റീവ് പ്രൊണൗൺ ആണോ? I blame. Myself. Myself ആണ്. അതെ, myself ആണ്. pronoun ആണ്. അപ്പൊ myself ആണ്. I blame myself for any errors on this website. അപ്പൊ ഇവിടെ എന്താ? myself ആ വരാ. Simi and dash were present. Simi and dash were.
WERE, where? Present. Simi and dash where present. എന്താ വരാ? അയ്യാ വരാ. സിമിയും ഞാനും അല്ലെ? അയ്യാ വരാ. Next question. My uncle invited my brother and dash to dinner. My uncle invited my brother and dash to dinner. My uncle invited my brother and dash to dinner. എന്താ വരാ? Me. Me. Yeah, me ആണ് correct answer. The machine will turn off by. The machine will turn off by. The machine will turn off by dash. The machine will turn off by dash. എന്താ വരാ? Itself. Yeah, correct answer. Itself ആണ്. You can take dash of these two shirts. You can take dash of these two shirts. You can take dash of these two shirts. Answer? Either. Either. Yeah, either ആണ് correct answer. Okay. The puppy dash I rescued was a black one. The puppy dash I rescued was a black one. ഉം. Answer ഏതാ? Answer ഏതാ? പറയൂ. Which ആണ്? Correct ആണ്. Which ആണ് correct answer? We saw the dog. We saw the dog dash worried the cat. We saw the dog dash worried the cat. Answer ഏതാ? Answer ഏതാ പറയൂ. Which or that ആണ്. എന്താ വന്നിരിക്കുന്നേ? ഡോഗ് എന്നല്ലേ പറഞ്ഞേ? We saw the dog. Which or that ആണ്. Okay. That. Okay, അപ്പൊ ഇത് ക്ലിയർ അല്ലേ? പ്രോണോൺ റിലേറ്റീവ് പ്രോണോൺ ക്ലിയർ അല്ലേ? ഞാൻ ടോപ്പിക് നോക്കണ്ടല്ലോ.
വെർബ് ആൻഡ് അഡ്വർബോ അറിയോ? അറിയോ? വെർബ് ആൻഡ് അഡ്വർബ് പറയട്ടെ, ഒരു സെന്റൻസ് പറയട്ടെ, നോക്കോ? നോക്കാം. അഡ്വർബ് എന്താ? അഡ്വർബ് എന്താ? ക്രിയാവിശേഷണം. ക്രിയാവിശേഷണം അല്ലെ? ഇത് ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ആഡ്വർബ് എന്ന് പറയുന്നത് അല്ലെ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവര് ഒരു എക്സാമ്പിൾ പറഞ്ഞേ, പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ എന്തെങ്കിലും? He runs fastly. എന്തോ? He runs fastly. കറക്റ്റ് ആണ്. ഒരു സെന്റൻസ് എഴുതിയേ. സാറ വർക്ക്സ് വർക്ക് ആണ് വർക്ക്സ്. സാറ വർക്ക്സ് harder than Tom. Sarah works harder than Tom. Sarah works harder than Tom. ഇത് ഏത് സെന്റൻസാ? ഏത് സെന്റൻസാ? പറയൂ. കമ്പാരിറ്റീവ് അല്ലേ? കമ്പാരിറ്റീവ് അഡ്വർബ് ആണ്. കമ്പാരിറ്റീവ് അഡ്വർബ് ആണോ? ആണോ? അതെ. അതെ. അപ്പൊ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എല്ലാവർക്കും അറിയാവോ? അറിയാം. അപ്പൊ ഹാർഡ്, അപ്പൊ സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്താ വരാ? ആ സെന്റൻസിൽ സൂപ്പർലേറ്റീവ് ആണെങ്കിൽ എന്താ വരാ? ഹാർഡസ്റ്റ് അല്ലെ? He is the tallest of all. He is the tallest of all. ഏതാ? ഏത് സെന്റൻസാ? എന്തോ പറയൂ. സൂപ്പർലേറ്റീവ് ഏതാ? അഡ്ജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ? അഡ്വർബ്. He is the tallest of all. അഡ്ജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ? Adjective. വേറെ ആണോ? പറയൂ. അഡ്ജക്റ്റീവ് ആണോ അഡ്വർബ് ആണോ? പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ. അഡ്ജക്റ്റീവ് ആണ്. കറക്റ്റ് ആണ്. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് അല്ലേ? അലക്സ് വാസ് taller than സാമുവൽ. എന്താ പറയാ?
Alex is taller than Samuel. എന്താ വരിക? Comparative. Comparative. Adjective. Comparative adjective ആണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാലോ അപ്പോ? അറിയില്ലേ? നിങ്ങൾക്കിപ്പോ എന്താ അറിയണ്ടേ ഇനിയിപ്പോ? ഏതൊക്കെയാ, ഏത് പോർഷൻ ആണ് നോക്കണ്ടേ? അടുത്ത ക്ലാസ്സിലായാലും ഇനിയിപ്പോ ഏതാ എടുക്കണ്ടേ? പറയാവോ ആരെങ്കിലും? പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് പാസീവ് വോയിസ് അല്ലേ? വേറെ കോൺകോഡ്. എന്തോ കോൺകോഡോ? ആ കോൺകോഡ്. ഓക്കെ, പിന്നെ ഏതൊക്കെയാ? നിങ്ങൾക്കത് പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് പഠിപ്പിക്കാം. കാരണം അപ്പൊ നോട്ടും എനിക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസും ഒന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും നല്ല കാര്യമായിരുന്നു. ഇപ്പൊ കോൺകേർഡ് ഓക്കെ, പിന്നെ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസും ഓക്കെ. ദെൻ ഏതാ? ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ദെൻ കുറച്ച് സിനോണിംസും ആന്റണിംസ് ഒക്കെ. എന്തോ സിനോണിംസും ആന്റണിംസ് ഒക്കെ ഇല്ലേ? സിനോണിംസ് ആന്റോണിംസ് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാ മതിയോ? അതിന് നോട്ട് വേണോ? നോട്ടായിട്ട് വേണ്ട, എക്സാമ്പിൾസ് ആയിട്ട്. എക്സാമ്പിൾസോ? നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോളോ പറയണെങ്കിൽ? ആ ഇത് പറയാനുണ്ടോ? പറയാമെന്നാണോ? നോട്ട് ചെയ്തോളാം. ജെനുവിൻ. ജെനുവിൻ എന്താ? സിനോണിംസ് എന്തൊക്കെയാ? ജെനുവിൻ നോട്ട് ചെയ്തോളോ? ഞാൻ പറയട്ടെ. ആ നോട്ട് ചെയ്യുന്നുണ്ട്. ജെനുവിൻ സ്പെല്ലിംഗ് ഒന്നും പറയണ്ടല്ലോ? പറയണോ? സ്പെല്ലിംഗ് പറയണോ? ആ പറഞ്ഞോ മിസ്സേ. പറയണം. ജെനുവിൻ GENUINE. GENUINE. ജെനുവിൻ. സിനോണിംസ് ഏതൊക്കെയാ? റിയൽ. റിയൽ REAL റിയൽ. Unaffected. 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 Real, comma, unaffected, comma, sincere. 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 CERE. ഓക്കെ, എഴുതിയോ? ആ എഴുതി. Exceptional. 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 സിനോണിംസ് ഏതാ? മീനിങ് ഒന്നും വേണ്ടല്ലോ? മീനിങ് വേണോ? വേണ്ടല്ലോ. മീനിങ് വേണോ വേർഡിന്റെ? പറഞ്ഞാ നല്ലതാ. ഓക്കെ, എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ. നേരത്തെ ജെനുവിൻ എന്താ? ജെനുവിനൊക്കെ മീനിങ് എന്താ? ജെനുവിൻ അറിയാലോ അല്ലേ? ഓക്കെ, എക്സെപ്ഷണൽ പറഞ്ഞ് റെയർ ആൻഡ് അൺയൂഷ്വൽ. റെയർ കോമ അൺയൂഷ്വൽ. RARE. റെയർ കോമ അൺയൂഷ്വൽ.
UAL. UN, US, UAL. അടുത്തത് emphasize. 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 EMPHA, EMPHA, SIZE. EMPHA, SIZE. Emphasize. Stress. Emphasize എന്ന് പറഞ്ഞാൽ ഊന്നൽ കൊടുക്കുക. സിനോണിമ് സ്ട്രെസ് ആണ്. സ്ട്രെസ്. Examine. Examine. EXA, MINE. EXA, MINE. Examine. അതെന്താ പരിശോധിക്കുക എന്നാണ് മീനിങ്. അതിന്റെ സിനോണിംസ് ഇൻസ്പെക്ട്, ഇൻസ്പെക്ട്, INSPECT, 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 comma, scrutinize, 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 comma, review, 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 REVIEW. Elegant. Next ആണ് elegant. സ്പീഡ് കൂടുന്നുണ്ടോ? അത് സ്പെല്ലിംഗ് തെറ്റാ. സ്ക്രൂട്ടിനൈസ്, സ്പെല്ലിംഗ് തെറ്റാ. ആരാ എഴുതിയപ്പോ വന്നേ? പേര് നോക്കില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ. സ്ക്രൂട്ടിനൈസ് സ്പെല്ലിംഗ് SCRUTINIZE. 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 Okay. അടുത്തത് പറയട്ടെ. സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല. ഓക്കെ. എലഗന്റ്. നെക്സ്റ്റ് എലഗന്റ്. ELEGANT. 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 Synonyms: refined, refined. 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 Comma, graceful. 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 Next. Divine. 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 Synonyms: godly, heavenly. Godly. 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 Heavenly. HEAVENLY. Godly. Heavenly. Next.
Flatter, flatter. F-L-A-T-T-E-R. F-L-A-T-T-E-R. Flatter. F-L-A-T-T-E-R. Flatter. Synonyms: compliment, comma, praise. Compliment, C-O-M-P, C-O-M-P, L-I-M-E-N-T, C-O-M-P-L-I-M-E-N-T. Compliment, comma, praise. P-R-A-I-S-E, P-R-A-I-S-E, P-R-A-I-S-E. Next, essential, 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 അനിവാര്യമായ, essential. E-S-S-E-N-T, E-S-S-E-N-T, I-A-L. E-S-S-E-N-T, I-A-L, essential. Synonyms: necessary and indispensable. Necessary and indispensable. Necessary, N-E-N-E-C-E-S-S-A-R-Y. Indispensable. I-E-N-I-N-D-I-S-P-E-N-S-P-E-N-S-A-B-L-E. S-A-B-L-E. Next, kind, kind. K-I-N-D, K-I-N-D, kind. Benevolent, benevolent. Spelling, synonym ആണ്. B-E-N-E, B-E-N-E, B-O-L-E-N-T, B-O-L-E-N-T, L-E-N-T. കഴിഞ്ഞോ? കഴിഞ്ഞു. Okay, next, increase, increase, വർദ്ധിപ്പിക്കുക, increase. I-N-C-R-E-A, I-N-C-R-E-A-S-C, I-N-C-R-E-A-S-C, increase. Synonym: progress, P-R-O-G-R-E-S-S, P-R-O-G-R-E-S-S. Progress, comma, augment, augment. A-U-G-M-E-N-T, A-U-G-M-E-N-T, augment. Next, impatient, impatient. I-M-P-A-T-I-E-N-T, 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 impatient, ക്ഷമയില്ലാത്ത. Synonyms: anxious, anxious, A-N-X-I-O-S, 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 anxious. Eager, eager, E-A-G-E-R, E-A-G-E-R, eager. Next, humility, humility. എളിമ എന്നൊക്കെ പറയാം, എളിമ. Humility, H-U-M-I-L-I-T-Y, 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 humility. Synonyms: politeness, politeness, P-O-L-I, P-O-L-I, T-E-N, T-E-N-E-S-S, T-E-N-E-S-S, politeness. Humble, H-U-M-B-L-E, humble, H-U-M-B-L-E, humble. Then modesty. Synonyms തന്നെയാണ്, ഹ്യൂമിലിറ്റിയുടെ synonyms തന്നെയാണ് ഇതൊക്കെ. ഞാൻ പറയുന്നതൊക്കെ synonyms ആണ്. Politeness, humble, modesty, M-U-M-O
MODESTY, modesty. MODESTY, modesty. Meekness, അതും ഹ്യൂമിലിറ്റിയുടെ സിനോണിംസ് ആണ്. മീക്ക്നെസ് 4 സിനോണിംസ് ഉണ്ട് ഹ്യൂമിലിറ്റിക്ക്. പൊളൈറ്റ്നസ്, modesty, humble, meekness. വീക്ക്നെസ് അല്ല, meekness. M ആണ്, M, not W. M ആണ്. KNES. Okay, meekness. MEKNESS, meekness. Okay. Keen, സൂക്ഷ്മമായ, keen, KEEN, keen. Sharp, സിനോണിം ഏതാ? ഷാർപ്പ് ആണ്, ഷാർപ്പ്. SHARP, ഷാർപ്പ്. SHARP, ഷാർപ്പ്. നെക്സ്റ്റ്, ജാർഗൺ. JARGON. അതിന്റെ സിനോണിം ഏതാ? സ്ലാങ്. SLANG, സ്ലാങ്. ജാർഗൺ എന്ന് പറഞ്ഞാൽ കോഡ് ഭാഷയാണ്. അതിന്റെ സിനോണിം ഏതാ? സ്ലാങ് ആണ്. ഇതിങ്ങനെ പറഞ്ഞാൽ തീരെ ഒരുപാട് ചെയ്യും. കുറേശ്ശെ മതി. നമുക്ക് ഓരോ ക്ലാസ്സിലും കുറേശ്ശെ നമുക്ക് സിനോണിം ഇങ്ങനെ പറഞ്ഞു പോകാം. അതല്ലേ നല്ലത്? ഓരോ ക്ലാസ്സിലും കുറച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്പൊ പറഞ്ഞ പോലെ പാസീവ് വോയിസോ ഓൺഗോഡോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. ഓക്കെ മിസ്. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് മനസ്സിലാവുന്നില്ല എടുക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.